ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 പറ്റി ആലോചിച്ചു തുടങ്ങേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീസൺ 6 ആയിരുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം TRP റേറ്റിംഗ് ഉയർത്തിക്കൊണ്ട് ഏഷ്യാനെറ്റിന് ഒരുപാടധികം ലാഭം ഉണ്ടാക്കി കൊടുത്തൊരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഒത്തിരി ഓർമ്മിച്ചിരിക്കേണ്ട പല കാര്യങ്ങളും സീസൺ 6 സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നേ വരെയും ബിഗ് ബോസിൽ കണ്ടിട്ടില്ലാത്ത പല രീതിയിലും പല വിഷയങ്ങളെ പറ്റിയും ബിഗ് ബോസ് മലയാളം സീസൺ 6 ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയ സീസൺ 6 അവസാനം കപ്പുയർത്തിയത് ജിൻഡോ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സീസൺ 6 അതിന്റെ അലയൊലികളും എല്ലാം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സീസൺ 7 ചിന്തിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റും അതുപോലെ തന്നെ ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ് പങ്കെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, സീരിയലിൽ നിന്നായാലും സിനിമയിൽ നിന്നായാലും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യത എന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോസിന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഒരു 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഓഡിഷൻ കോൾ പോകുമെന്നല്ല, ഇവരെയൊക്കെ വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവർ പലരും പല രീതിയിലും പല മേഖലകളിലും ഒരുപാടധികം കോൺട്രവേഴ്സി ആയാലും അല്ലെങ്കിൽ ഒരുപാടധികം ട്രെൻഡിങ്ങിൽ ചർച്ചയായ വ്യക്തികളാണ്. ഇവരൊക്കെ ഒരു സീസണിന്റെ ഭാഗമാകാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. ഷോയുടെ അവതാരകൻ ലാലേട്ടൻ അല്ല എങ്കിൽ ഷോ കാണില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ മാറേണ്ട സമയമായി, ഇനി പൃഥ്വിരാജോ ഇന്ദ്രജിത്തോ നമ്മുടെ ഫഹദ് ഫാസിലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പല വ്യക്തികളുമുണ്ട്. പിന്നീട് ഒരു മെയിൽ ഹോസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഫീമെയിൽ ഹോസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയണമെന്ന് താല്പര്യമുള്ളവരും ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ മാറിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ചെയ്തതുപോലെ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് അത്രമേൽ സാധിക്കുന്ന ഒരു ആളും ഇപ്പോൾ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് നമ്മുടെ പൃഥ്വിരാജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെയൊക്കെ ഒപ്പിച്ചെടുക്കാനായിട്ട് നമ്മുടെ രാജുവേട്ടന് സാധിക്കും എന്നും തോന്നുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഹോസ്റ്റിൽ നിന്ന് മാറുന്നുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന്റെ കേസ് പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഈ കൊല്ലവും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ തന്നെയാണെന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, സത്യനന്ദിക്കാടായിട്ടുള്ള ഒരു മീറ്റിംഗിൽ കുറച്ച് നാളുകൾക്ക് മുന്നിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ആയിട്ടുള്ള എഗ്രിമെന്റ് 6 വർഷമായിരുന്നു. 6 വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല, മറ്റൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കേസ് ലാലേട്ടൻ പറഞ്ഞതായിട്ട് ഒരുപാടധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാടധികം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന റിവ്യൂവേഴ്സ് നമ്മളടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ മാറാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം ഇത്രയും നാളായിട്ടും ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. ലാലേട്ടൻ തന്നെ ആയിരിക്കും ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. യാതൊരു മാറ്റവും ഉണ്ടാവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നിപ്പോൾ കൺഫേം ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്യാത്ത ആ ഒരു സമയത്ത് ബിഗ് ബോസ് മറ്റ് ചില ആക്ടേഴ്സിനെ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ നല്ല രീതിയിൽ ഈ പറയുന്ന ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിനെയും ഇന്ദ്രജിത്തിനെയും സുരേഷ് ഗോപിയെയും ജയറാമേട്ടനെയും എല്ലാവരെയും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സുരേഷ് ഗോപിയുടെ പേര് നല്ല രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു മന്ത്രി കൂടിയായ സ്ഥിതിക്ക് എല്ലാവരും പയ്യത് വിട്ടു. പിന്നീട് എല്ലാവരും പിടിച്ചത് രാജുവേട്ടനെയാണ്. ലാലേട്ടൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയിട്ട് രാജുവേട്ടൻ വന്നു കഴിഞ്ഞാലേ ഇനി ഞങ്ങൾ ഷോ കാണുള്ളൂ, നമ്മുടെ ലാലേട്ടൻ ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് പൃഥ്വിരാജിന് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോന്റെ താഴെ വരുന്ന അഭിപ്രായങ്ങളും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന മുൻ പ്രീവിയസ് സീസണുകൾ, ഇപ്പൊ സീസൺ 1 മുതൽ 6 സീസണുകൾ വരെയും ഇത്രയും നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഷോയെ ഇത്രയും അടിപൊളിയാക്കണമെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയൊരു പങ്ക് ലാലേട്ടൻ്റെത് തന്നെയാണ്. ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ഉയർന്നു കിട്ടുന്നത്. അതിനുള്ള മെയിൻ റീസൺ ലാലേട്ടൻ ഹോസ്റ്റ് ആയിട്ട് അവിടെ എത്തുന്നത് തന്നെയാണ്. പിന്നീട് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു എളുപ്പ പരിപാടിയൊന്നും അല്ല. പ്രത്യേകിച്ച് ഇത്രയും ബിസി ആയിട്ടുള്ള ലാലേട്ടനും
അതുപോലെ തന്നെ ഇപ്പൊ പൃഥ്വിരാജ് വരികയാണെങ്കിലും ഇന്ദ്രജിത്ത് വരികയാണെങ്കിലും ഫഹദ് ഫാസിൽ വരികയാണെങ്കിലും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. കാരണം ശനിയും ഞായറും അടങ്ങുന്ന എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും കണ്ടസ്റ്റൻസിനെ വന്ന് നേരിട്ട് കാണുകയും അതുപോലെ തന്നെ അവരവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മൈന്യൂട്ടായിട്ട് എടുത്ത് ചോദിക്കുകയും അഭിനന്ദിക്കേണ്ട സ്ഥലത്ത് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് ലാലേട്ടന്റെ ഒരു പ്രത്യേക ഒരു ടാലന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പലരും ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് താല്പര്യം കാണിക്കാത്തതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഇത്തരത്തിൽ പറയാനും ചെയ്യാനും അത്തരത്തിൽ ആ ഒരു ഷോയെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല എന്നൊരു മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ലാലേട്ടൻ അത് 6 വർഷം വളരെ മനോഹരം അല്ലെങ്കിൽ വളരെ അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു 6 സീസണുകൾ ഹോസ്റ്റ് ചെയ്തത്. 7ാമത്തെ സീസൺ എത്തുമ്പോഴും ലാലേട്ടൻ തന്നെയാണ്, യാതൊരു മാറ്റങ്ങളും ഇല്ല. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സീസൺ 9, 10, 11 ഒക്കെ ആവുമ്പോൾ ലാലേട്ടന് പകരം ഈ പറയുന്ന രാജുവേട്ടനോ അല്ലെങ്കിൽ ഇന്ദ്രജിത്തോ ഈ പറയുന്ന ഫഹദ് ഫാസിലൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോ ഒരു മെയിൽ മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു മെയിൽ ഹോസ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഫീമെയിൽ ഹോസ്റ്റ്, നമ്മുടെ മഞ്ജു വാര്യർ, രമിത മോഹൻദാസോ അത്തരത്തിലൊക്കെ മാറി ചിന്തിക്കാനും ബിഗ് ബോസിന് സാധിക്കും എന്ന് നമുക്കിപ്പോ തോന്നുന്നു. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും മഞ്ജു വാര്യരെയൊക്കെ അപ്രോച്ച് ചെയ്തതായിട്ട് കേൾക്കുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. കൺഫേം ആയിട്ട് അറിഞ്ഞ വാർത്ത തന്നെയാണ്. ഈ ഒരു സീസണിലേക്കുള്ള എഗ്രിമെന്റ് ലാലേട്ടൻ അധികം വൈകാതെ തന്നെ സൈൻ ചെയ്യും എന്ന് തന്നെ കേൾക്കുന്നു. ഈ പറയുന്ന ബിഗ് ബോസിനെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോസും കാര്യങ്ങളൊക്കെ വരുന്നത് ഫെബ്രുവരി മാസങ്ങളിലാണ് നമുക്കറിയാം. അതിനു മുമ്പ് ഈ പറയുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോകും. 1500 മുകളിലുള്ള കണ്ടസ്റ്റൻസിനായിരിക്കും ഓഡീഷൻ കോൾ പോകുന്നത്. അതിൽ നിന്ന് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറാണ് ബിഗ് ബോസിൻ്റെത്. മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്യുന്ന 20 പേരെ മാത്രമാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് അതിന്റെ ഹോസ്റ്റിനെ ബഹുമാനിച്ചില്ല, റെസ്പെക്ട് ചെയ്തില്ല എങ്കിൽ ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി മുഴുവനും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ ലാലേട്ടനെ മാറ്റി മറ്റൊരു ആളെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം 6 സീസണുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മുഖമാണ് ലാലേട്ടൻ്റെത്. പിന്നീട് ഒരു ഹോസ്റ്റ് മാറി വന്നു കഴിഞ്ഞാലേ നമ്മൾക്ക് അയാൾ എങ്ങനെയാണ് ആ ഒരു ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ കാണാനും അറിയാനും അയാളെ ഇഷ്ടപ്പെടാനൊക്കെ സാധിക്കുള്ളൂ. എന്തൊക്കെയാണെങ്കിലും സീസൺ 7 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ തന്നെയാണ്. അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ തന്നെയാണോ രാജുവേട്ടൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ. ഇതിനേക്കുള്ള ഉത്തരമാണ് ലാലേട്ടൻ തന്നെയാണ് സീസൺ 7 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അധികം ഡിലേ വരുത്താണ്ട് ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്യും എന്നിപ്പോൾ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുള്ള ന്യൂസിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്